നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് സിഗ്നൽ കിട്ടും. കസ്റ്റമർ വാങ്ങാൻ പോകുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ക്ലോസിംഗ് ടെക്നിക്ക് ഉപയോഗിക്കണം. പോസിറ്റീവ് അസംഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇത് വാങ്ങാൻ പോകുന്നു എന്ന് ഞാൻ ഉറപ്പിച്ചിട്ട് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ പേയ്മെൻറ്റ് എന്ത് ക്രെഡിറ്റ് കാർഡാണോ ക്യാഷ് ആണോ? പേയ്മെൻറ്റ് ക്യാഷ് ആയാലും ക്രെഡിറ്റ് കാർഡായാലും എനിക്ക് പോസിറ്റീവാണ് അല്ലേ? ഞാനൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്, പോസിറ്റീവ് കസ്റ്റമറോട് ചോദിക്കുകയാണ് പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡാണോ ക്യാഷ് ആണോ? കസ്റ്റമർ ആലോചിച്ചിട്ടാണ് ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. നെഗറ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ സാറേ ഈ പ്രൈസിൽ ഈ സർവീസ് ഈ ഫൈനാൻഷ്യൽ ഇയർ മാത്രമേ ഉള്ളൂ, അടുത്ത വർഷമാകുമ്പം GST എന്തായാലും കൂടും, സ്വാഭാവികമായിട്ടും പ്രൈസ് കൂടും. അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ മാസം തീരുന്നതിന് മുമ്പ് ഈ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഒരു പ്രോഡക്റ്റ് സ്കാർസിറ്റി ഉണ്ടാക്കും. അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഫൈനലാണ്, ലാസ്റ്റ് പീസാണ്, ഇനി അടുത്ത പ്രൈസ് സ്റ്റോക്ക് വരണമെന്നുണ്ടെങ്കിൽ മാസങ്ങളെടുക്കും. അതുകൊണ്ട് ബെറ്റർ ടു ടേക്ക് ഇറ്റ് നൗ. നെഗറ്റീവ് ക്ലോസ് ആണ്. ദെൻ ഓൾട്ടർനേറ്റീവ് ക്ലോസ്. കസ്റ്റമർ സിഗ്നലെല്ലാം തന്നു, ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ സാറോട് ചോദിക്കുന്നു, സാറേ ഡെലിവറി തിങ്കളാഴ്ച വേണോ അല്ല ബുധനാഴ്ച മതിയോ? ആലോചിച്ചിട്ട് പറയും തിങ്കളാഴ്ച തന്നെ വേണം. നമുക്ക് ഇപ്പം തന്നെ ഡെലിവറി കൊടുക്കാൻ പറ്റും. നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, തിങ്കളാഴ്ച വേണോ അല്ല ബുധനാഴ്ച മതിയോ? ചിലർ പറയും ബുധനാഴ്ച മതി. ബുധനാഴ്ച ആയാലും തിങ്കളാഴ്ച ആയിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. ക്ലോസിംഗ് ടെക്നിക്കാണ്. ഈ ചോദ്യം കൃത്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം. പിന്നെ അടുത്തൊരു ക്ലോസ് ഈഫ് ദെൻ ക്ലോസ്. കസ്റ്റമർ പറയുന്നത് എനിക്ക് ഈ സോഫ്റ്റ്വെയർ വിത്തിൻ എ മന്ത് വേണമെന്നാണ് ആദ്യം മുതലേ ആൾ വാശി പിടിക്കുന്നത്. എനിക്ക് ഒരു മാസം കൊണ്ട് കിട്ടണം, ഞാൻ വിദേശത്തേക്ക് പോകണം, അതിനു മുമ്പേ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നിങ്ങൾ എത്ര ആലോചിച്ചിട്ടും സിസ്റ്റം ടീമിനോടും പ്ലാനിങ് ടീമിനോടും എല്ലാവരോടും ചോദിച്ചിട്ട് 2 മാസം എന്തായാലും എടുക്കും. 2 മാസത്തിൽ ആവില്ല. പക്ഷേ വീണ്ടും ഇയാൾ നമുക്ക് പോസിറ്റീവായിട്ട് നിൽക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കീ പേഴ്സണോട് പറഞ്ഞിട്ട് ഇന്ന കസ്റ്റമർ ഉണ്ട്, അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു 1 മിനിറ്റ്, ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം നിങ്ങളോട് വിളിച്ച് പറയുന്നു നിർബന്ധമാണെങ്കിൽ 15 ദിവസം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് ഞാൻ പൂർത്തിയാക്കി. നിങ്ങൾക്ക് അങ്ങനെ കിട്ടി. നിങ്ങൾ ഇദ്ദേഹത്തോട് പോയിട്ട് നേരെ അതല്ല പറയുക കസ്റ്റമറോട്, ശരി സാർ ഞങ്ങൾ 1 മാസം കൊണ്ട് ചെയ്തു തരാമെന്നല്ല പറയാം. അപ്പോൾ നമ്മൾ വീണ്ടും വാശി പിടിക്കണം, ഒരു ബലം പിടിക്കണം. ആ ബലം എങ്ങനെയാണ്? സാറ് പറഞ്ഞത് പ്രകാരം 1 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് പ്രോസസ്സ് കേട്ടിട്ട് ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരാം എന്നുറപ്പുണ്ട്. ഇപ്പം സൈൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം സാറ് സൈൻ ചെയ്യുകയാണെങ്കിൽ ഞാനിത് ചെയ്തു തരാം. അവരെ നമ്മളെ പന്ത് നമ്മുടെ കോർട്ടിലേക്ക് എത്തിച്ചു. ആയിക്കോട്ടെ, ഇമ്മീഡിയറ്റ് ആയിട്ട് പേയ്മെൻറ്റ് വന്നു, സൈൻ ചെയ്തു, നമുക്ക് എളുപ്പമായി സെയിൽ നടന്നു. ഇതാണ് ഈഫ് ദെൻ ക്ലോസ്. 4 ക്ലോസിങ് അറിഞ്ഞില്ലേ? നെഗറ്റീവ് ക്ലോസ്, പോസിറ്റീവ് അസംഷൻ ക്ലോസ്, ഓൾട്ടർനേറ്റീവ് ക്ലോസ്, ഈഫ് ദെൻ ക്ലോസ്. ഈ പറഞ്ഞതെല്ലാം ഒരു പ്രൊഫഷണൽ വേയിലൂടെ സമ്മറൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഡീൽ എന്ന് പറയുന്നത്.